ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ വരെയാണ് അവസാനിപ്പിച്ചത്. എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് വരുന്ന ഗിബ്സ് ഫ്രീ എനർജിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നൊക്കെ നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. അതെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എഫേർട്ടും ഇല്ലാണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഓൾ നാച്ചുറൽ പ്രോസസ്സസ് ആർ സ്പോണ്ടേനിയസ്. എല്ലാ നാച്ചുറലായി നടക്കുന്ന കാര്യങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ. അതായത് നമ്മളിപ്പോൾ വാട്ടർഫോൾ എടുക്കുകയാണെങ്കിൽ തന്നെ നോക്കാം, അതൊരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കാണ് വെള്ളം വീഴുന്നത് അല്ലേ. സ്പോണ്ടേനിയസ് ആയിട്ടാണ്, വേറെ നമ്മൾ എക്സ്ട്രാ എനർജി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ വെള്ളം ഒഴുകി വരും അല്ലേ. പിന്നെ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കൂൾ ബോഡി. എപ്പോഴും ചൂടായിട്ടുള്ള കമ്പാരിറ്റീവ്ലി ഹോട്ടർ ആയിട്ടുള്ള ബോഡിയിൽ നിന്നാണ് കോൾഡർ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ നടക്കുക. പിന്നെ ഗ്യാസസൊക്കെ ഇൻ്റർമിക്സ് ചെയ്യുമ്പോൾ, അതായത് ഗ്യാസുകൾ തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ മിക്സ് ചെയ്തോളും. ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് അതുപോലെ തന്നെയാണ് മെൽറ്റിംഗ് ഓഫ് ഐസും. പിന്നെ ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയും സഹായമില്ലാണ്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് എന്ത് പറയാം, സ്പോണ്ടേനിയസ് പ്രോസസ്സാണെന്ന് പറയാം. അപ്പോൾ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്. എ സ്പോണ്ടേനിയസ് പ്രോസസ് കനോട്ട് റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ ബൈ ഇറ്റ്സ് ഓൺ. അതായത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സിന് അതിന് തന്നെ അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് അതിന് തന്നെ അതിൻ്റെ പ്രോസസ്സ് റിവേഴ്സിബിൾ ആക്കാൻ പറ്റില്ല. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ അതിന് പറ്റില്ല. Spontaneous chemical reactions are also called feasible or probable or irreversible reaction. Spontaneous chemical reaction എന്ന് നമ്മൾ പറയുന്നത് ഫീസിബിൾ റിയാക്ഷനോ അല്ലെങ്കിൽ പ്രൊബബിൾ റിയാക്ഷനോ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് അതിന് തന്നെ അതിന് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഫോർ എക്സാമ്പിൾ, N2+3H2 ഗിവിങ് 2NH. അതായത് നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടി മിക്സ് ചെയ്തു. ഗ്യാസിൻ്റെ ഇൻ്റർമിക്സിങ് നമ്മൾ എന്താ പറഞ്ഞത്, സ്പോണ്ടേനിയസ് പ്രോസസ്സാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടി മിക്സ് ചെയ്ത് എന്ത് കിട്ടി, നമുക്ക് അമോണിയ കിട്ടി. ഈ അമോണിയയിൽ നിന്ന് നമുക്ക് തിരിച്ച് നൈട്രജനും ഹൈഡ്രജനും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനും നാച്ചുറലി നടക്കുന്നത്, അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഒന്നുമില്ലാതെ നടക്കുന്ന പ്രോസസ്സുമാണ് സ്പോണ്ടേനിയസ്. അതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനാണ് ഇവിടെ തന്നെയാണ്, -46.1 kJ/mol. ഇനി വേറൊരു എക്സാമ്പിളും കൂടി നോക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടിയാണ് വെള്ളം കിട്ടണത് അല്ലേ. രണ്ട് ഗ്യാസസ് ഇൻ്റർമിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, വാട്ടർ കിട്ടണം. ഈ വാട്ടറിൽ നിന്ന് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാണ്ട് നടന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനാണ് എന്ത്, -285.8 kJ/mol. ഇനി അടുത്തത്, എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി ഈസ് കോൾഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അതായത് എക്സ്റ്റേണലി ഒരു ഏജൻസിയുടെ സഹായം എടുത്ത് നടക്കുന്ന പ്രോസസ്സിനെയാണ് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുക. അതായത് സ്പോണ്ടേനിയസിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ലോ ലെവൽ ടു ഹൈ ലെവൽ. അതായത് ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിനുണ്ടാവുക, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഉണ്ടാവുക. ഒരു ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യിപ്പിക്കാനോ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം വേണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വരുന്ന പ്രോസസ്സിനെയാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയാം. ഇനി ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. അപ്പോൾ അങ്ങനെ സ്പോണ്ടേനിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. During spontaneous processes like burning of fuels, flow of heat from hot body to cold body, flow of water from high level to low level, etc., energy of the system decreases. അതായത് സ്പോണ്ടേനിയസ് പ്രോസസ്സായിട്ടുള്ള ബേണിംഗ് ഓഫ് ഫ്യൂവൽസും ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കുള്ള ഫ്ലോ ഓഫ് ഹീറ്റും അങ്ങനത്തെയൊക്കെ എക്സാമ്പിൾസിൻ്റെ സമയത്ത്, അങ്ങനത്തെയൊക്കെ പ്രോസസ്സിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ എനർജി കുറയും. So one of the criteria for spontaneity is decrease in energy.
അപ്പോൾ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എനർജിയിൽ കുറവുണ്ടായാൽ ആ പ്രോസസ്സിനെ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സാണെന്ന് പറയാം. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. But for some spontaneous processes like melting of ice, evaporation of water, heat is absorbed. That is, the energy of the system increases during the process. അതായത് ചില സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ, അതായത് നമ്മളിപ്പോൾ മെൽറ്റിംഗ് ഓഫ് ഐസ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നത്, ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ആകുമ്പോൾ എന്തുണ്ടാവണു, എനർജി കൂടണു അല്ലേ. ഹീറ്റ് അബ്സോർബ് ആവുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനർജി അതിലേക്ക് കിട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ എനർജി ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത് ഈ പ്രോസസ്സിലൂടെ, മെൽറ്റിംഗ് ഓഫ് ഐസ് അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ഓഫ് വാട്ടറിലും. അപ്പോൾ അവിടെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സുകളിൽ എനർജി കുറയും എന്ന് പറഞ്ഞു. പക്ഷെ ചില സ്പോണ്ടേനിയസ് ആയിട്ട് പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട്, അതായത് എനർജി കൂടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ the above processes are accompanied with decrease in disorder of system. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ചില സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ് ആവുന്നുണ്ട്, അതിലൂടെ എനർജി കൂടുന്നുണ്ടെന്ന് പറഞ്ഞു സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ആ പ്രോസസ്സിൽ എനർജി കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസോർഡർനെസ്സിൽ ഇൻക്രീസ് വരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മെഷർ ഓഫ് ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എൻട്രോപ്പി പറഞ്ഞത് അല്ലേ, ഡെൽറ്റ എസ് പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ എസ്സിൽ ഇൻക്രീസ് വരികയാണ്, ഡെൽറ്റ എസ് അല്ലെങ്കിൽ എസ്. ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി, എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി. അപ്പോൾ അതിലൊരു ഇൻക്രീസ് വരികയാണ് അല്ലേ. അപ്പോൾ എനർജി ഇൻക്രീസ് ആവുന്നതിലൂടെ എൻട്രോപ്പിയും ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത്. Thus another criterion for spontaneity is increase in disorderness or randomness of a system. അപ്പോൾ either അത് എനർജി ഡിക്രീസ് കാണിക്കുകയോ അല്ലെങ്കിൽ ഡിസോർഡർനെസ് കൂടുകയോ ചെയ്താൽ അവിടെ സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെന്ന് പറയാം. ഇനി അടുത്തത് എൻട്രോപ്പി. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എത്രകൊണ്ട് ഡിസോർഡർനെസ് ഉണ്ട്, എത്രകൊണ്ട് റാൻഡംനെസ് ഉണ്ട്. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർലി ഇരിക്കുക അല്ലേ, മര്യാദയ്ക്ക് ഒരു ഓർഡർലി മാനറിൽ ഇരിക്കുക അല്ലേ. അപ്പോൾ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓർഡർ ഇല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇരിക്കണേനെ നമുക്ക് അങ്ങനെ ഡിസോർഡർനെസ് എന്ന് പറയാം, ഡിസോർഡർ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എത്രകൊണ്ട് ഡിസോർഡർനെസ് ഉണ്ടെന്ന് മെഷർ ചെയ്യണ ഒരു പ്രോപ്പർട്ടീനെയാണ് എൻട്രോപ്പി എന്ന് പറയുക. ആസ് ദ ഡിസോർഡർനെസ് ഇൻക്രീസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസ്. അതായത് ഡിസോർഡർനെസ് കൂടുന്തോറും എൻട്രോപ്പിയും കൂടും. എത്രകൊണ്ട് ഡിസോർഡർ ആയിട്ട് കിടക്കുന്നോ അത്രേ തന്നെ എൻട്രോപ്പി കൂടും. ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇഫ് S1 is initial entropy of a system and S2 is its final value, then change in entropy delta S is equal to S2 minus S1. നമ്മൾ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചിലും എൻതാൽപ്പിയുടെ ചേഞ്ചിലൊക്കെ പറഞ്ഞ പോലെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ S2 മൈനസ് S1 ആണ്. അതിൽ S2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂയും S1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ ഓഫ് എൻട്രോപ്പിയാണ്. ഫോർ എ ഗിവൻ സബ്സ്റ്റൻസ് the solid state has a least entropy and the gaseous state has a most entropy. അതായത് ഒരു സബ്സ്റ്റൻസ് എടുത്ത് അത് നമുക്ക് സോളിഡ് സ്റ്റേറ്റിലാണ് ആ സബ്സ്റ്റൻസ് ഇരിക്കണേന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ആ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആ സബ്സ്റ്റൻസിന് ലീസ്റ്റ് എൻട്രോപ്പി ആയിരിക്കും ഉണ്ടാവുക. എൻട്രോപ്പി വളരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കണമെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ എൻട്രോപ്പി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. സോളിഡ് സ്റ്റേറ്റിന് ലീസ്റ്റ് എൻട്രോപ്പിയും ഗേഷ്യസ് സ്റ്റേറ്റിന് ഹയസ്റ്റ് എൻട്രോപ്പിയാണ് ഉണ്ടാവുക. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എൻട്രോപ്പിയും കൂടും. അപ്പോൾ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തേണ്ടതും മാർക്ക് ചെയ്തേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഡിസോർഡർനെസ് കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടും. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ S2 മൈനസ് S1. സോളിഡ് സ്റ്റേറ്റിനാണ് ലീസ്റ്റ് എൻട്രോപ്പി ഉണ്ടാവുക, ഗേഷ്യസ് സ്റ്റേറ്റിനാണ് മോസ്റ്റ് എൻട്രോപ്പി ഉണ്ടാവുക അല്ലെങ്കിൽ ഹയസ്റ്റ് എൻട്രോപ്പി ഉണ്ടാവുക. പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എൻട്രോപ്പി കൂടും. The unit of entropy and the entropy change is ജൂൾ പെർ കെൽവിൻ പെർ മോൾ. എൻട്രോപ്പിയുടെ യൂണിറ്റും എൻട്രോപ്പി ചേഞ്ചിൻ്റെ യൂണിറ്റും ഒരേതാണ്, അതാണ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറയുന്നത്. If a system absorbs Q amount of heat reversibly at a temperature T, then the change in entropy is delta S is equal to Q reversible by T, where Q reversible is the amount of heat absorbed reversibly. അതായത് ഒരു സിസ്റ്റം Q amount of heat അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കാം. Q amount ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ്, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. അപ്പോൾ ഒരു ടെമ്പറേച്ചർ ടിയിലാണ് അത് നടന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ Q റിവേഴ്സിബിൾ ബൈ ടി ആണ്. അപ്പോൾ ഈ Q റിവേഴ്സിബിൾ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് റിവേഴ്സിബിളി. എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് റിവേഴ്സിബിളി നമുക്ക് എത്ര കൊണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റണോ അതിൻ്റെ എമൗണ്ടിനെയാണ് Q റിവേഴ്സിബിൾ എന്ന് പറയുക.
ഓക്കെ, ഇനി അടുത്തത് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എൻട്രോപ്പിയും സ്പോണ്ടേനിറ്റിയും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഡ്യൂറിങ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡിസോർഡർനെസ് ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. അതായത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സായിട്ട് നടക്കുകയാണെങ്കിൽ, പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ്, എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പൊന്നും ഇല്ലാണ്ട് നടക്കുന്ന പ്രോസസ്സായിരുന്നു സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ആ പ്രോസസ്സിന് ഡിസോർഡർനെസ് കൂടുതലാണ്. thus entropy increases and hence delta has become positive. അപ്പം സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഡിസോർഡർനെസ് കൂടുതലായ കാരണം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസോർഡർനെസ് കൂടിയ എൻട്രോപ്പി കൂടും. അപ്പോൾ ഇവിടെ എൻട്രോപ്പിയും കൂടും. അപ്പോൾ ഡെൽറ്റ എസ് എന്തുണ്ടാവും? പോസിറ്റീവ് ആവും. ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഫോർ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഇക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്. അതായത് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ചിനെയും സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി ചേഞ്ചിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടും. ഇനി ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഡിസോർഡർനെസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എൻട്രോപ്പി കൂടുതലായിരിക്കും. സോ ഡെൽറ്റ എസ് ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോഴല്ലേ പോസിറ്റീവ് ആവുള്ളൂ ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ 0-നെക്കാട്ടും ഗ്രേറ്റർ ആണ് അല്ലേ? അപ്പോൾ അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ കണ്ടീഷൻ. ഇനി വെൻ എ സിസ്റ്റം അറ്റൈൻസ് ഇക്വിലിബ്രിയം, ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കണതെന്ന് വിചാരിക്കുക. സോ ദ എൻട്രോപ്പി ബിക്കംസ് മാക്സിമം. ആ സമയത്താണ് എൻട്രോപ്പി മാക്സിമം ആവുക. ആൻഡ് ദർ ഇസ് നോ ഫർദർ ചേഞ്ച് ഇൻ എൻട്രോപ്പി. അപ്പോൾ പിന്നീട് ആ എൻട്രോപ്പിയിൽ ആ കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാവില്ല. ഇക്വിലിബ്രിയത്തിലാണല്ലോ സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ, അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി നടക്കുന്ന പ്രോസസ്സ്, അതാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ആ പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് വിൽ ബി ലെസ്സർ ദാൻ 0. അതായത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഡെൽറ്റ എസിന് വരിക. ഇനി അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ നോക്കാം. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദി എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അതായത് യൂണിവേഴ്സിലെ എൻട്രോപ്പി എന്ന് പറയുന്ന സംഭവം എപ്പോഴും എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സിനും എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രോപ്പി ഇൻക്രീസ് ആവും എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തരുന്നതാണ് എന്ത് ചെയ്യണത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി എൻട്രോപ്പി ഓഫ് എനി പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ബിക്കം 0 അറ്റ് ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് 0 ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവണം? ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഏതൊരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസും ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചറിൽ എൻട്രോപ്പി 0 ആയിട്ട് വരും. ഏതൊരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിനും ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചറിൽ എൻട്രോപ്പി 0 ആയിട്ട് വരും. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലോയും തേർഡ് ലോയും നമുക്ക് പറഞ്ഞു തരുന്നത് എൻട്രോപ്പിയുടെ കാര്യങ്ങളാണ്. സെക്കൻഡ് ലോ നമുക്ക് എന്ത് പറഞ്ഞു തന്നു? എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എപ്പോഴും കൂടുന്നു പറഞ്ഞു തന്നു. തേർഡ് ലോ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിൻ്റെ ആബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചറിൽ എൻട്രോപ്പി 0 ആയിരിക്കും. So the importance of this law is that by using this we can calculate the absolute value of entropy of pure substances from thermodynamical data alone. അതായത് തെർമോഡൈനാമിക്കൽ ഡാറ്റ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്? ഈ ലോ പറയുന്നത്. അല്ലെങ്കിൽ ഈ ലോയുടെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇനി ഗിബ്സ് എനർജി. It is defined as the maximum amount of available energy that can be converted to useful work. അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി. അതായത് നമുക്ക് യൂസ്ഫുൾ വർക്കിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള അതിലും ഉള്ളതിൽ മാക്സിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് എന്ത് പറയുക? ഗിബ്സ് എനർജി എന്ന് പറയുക. നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ഉണ്ട് അതിൻ്റെ മാക്സിമമാണ് എന്ത് പറഞ്ഞാൽ? ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ G ഈസ് ഈക്വൽ ടു H മൈനസ് TS. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജി അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് G. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എൻതാൽപ്പി H മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി. സോ ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇതുവരെ കണ്ടത് നമ്മളെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും സ്റ്റേറ്റ് ഫംഗ്ഷൻസ് തന്നെയായിരുന്നു അല്ലേ? ഇനി ഇതിനും ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രോപ്പിയും എൻതാൽപ്പിയും ഇൻറ്റേർണൽ എനർജിയൊക്കെ പറഞ്ഞ പോലെ ഡെൽറ്റ G എന്ന് പറഞ്ഞാൽ G2 മൈനസ് G1 ആണ്. G2 ഇസ് ദി ഫൈനൽ വാല്യൂ ഓഫ് ഗിബ്സ് എനർജി ആൻഡ് G1 ഇസ് ദി ഇനീഷ്യൽ വാല്യൂ ഓഫ് ഗിബ്സ് എനർജി. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ മോളാണ്.
ഇനി റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസും. അപ്പോൾ ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അങ്ങനെ കിട്ടുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് അല്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു ഡെൽറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ടി എസ്. ടി എസിന് മൊത്തമായിട്ടൊരു ഡെൽറ്റ. ഇനി നമ്മൾ ആ ടി എസിന് ഡെൽറ്റ സ്പ്ലിറ്റ് ചെയ്യാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ്, ആദ്യം ടീനെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക, എസ്സിൽ ചേഞ്ച് വരുത്തുക. അപ്പോൾ ടി ഡെൽറ്റ എസ് പ്ലസ്, ഇത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ രണ്ടിലും മൈനസ് എഴുതുക. അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ബ്രാക്കറ്റ് തുറന്നു, ടി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, ചേഞ്ച് വരുത്തുന്നത് നമ്മൾ എൻട്രോപ്പിയിലാക്കി. അപ്പോൾ ടി ഡെൽറ്റ എസ് പ്ലസ്, എസ്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, ടിയിൽ ചേഞ്ച് വരുത്തി, അപ്പോൾ എസ് ഡെൽറ്റ ടി. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ പറയുകയാണ്, ഗിബ്സ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് സംഭവം നടക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ എന്തുണ്ടാവും? ഡെൽറ്റ ടി 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ടേം പോവില്ലേ, എസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടേം പോവില്ലേ, കാരണം ഡെൽറ്റ ടി 0 ആണ്. അപ്പോൾ ഇവിടെ എസ് ഇൻറ്റു 0 എന്ന് വരും, ദാറ്റ് ഇസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ദ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഫോർ എ സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ജി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഗിബ്സ് എനർജി കാണാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജീനെ വിൽ ബി ഈക്വൽ ടു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി ചേഞ്ച് മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച്. ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ ജി മൈനസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുക. ഇനി ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. വി നോ ദാറ്റ് ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്. നമുക്കറിയാം എന്ത് ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് പ്ലസ് സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആദ്യം എഴുതി ഫസ്റ്റ് ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്തു. Now we are considering a system which absorbs Q amount of heat reversibly at a constant temperature T and constant pressure P. അതായത് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ Q amount of heat അബ്സോർബ് ചെയ്യണതാണ്. Q amount of heat അബ്സോർബ് ചെയ്യണു, റിവേഴ്സിബിൾ ആണ്, കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നടക്കുന്നത്, പിന്നെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലുമാണ് നടക്കുന്നത്. അപ്പോൾ അതായത് ടിയും പി ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറയുന്നത് ക്യൂ പി ബൈ ടി ആയിരിക്കും. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു അല്ലേ, എൻതാൽപ്പിയുടെ എൻട്രോപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നടക്കുന്നതായ കാരണം ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? ക്യൂ പി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ക്യൂ പി എന്ന് ഇവിടെ എഴുതിയാണ് കേട്ടോ. ക്യൂവിൻ്റെ താഴെയാണ് പി എഴുതേണ്ടത്. അപ്പോൾ ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതിയതാണ്. എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു ക്യൂ പി ബൈ ടി. ഈ ക്യൂ പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ആണ്, സറൗണ്ടിങ്ങിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ആണ്. പിന്നെ സറൗണ്ടിങ്ങിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് സിസ്റ്റമാണ്. ഇതെന്തുകൊണ്ട് ഈ ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ് വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി ചേഞ്ച് പ്ലസ് സറൗണ്ടിങ്ങിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ആണെന്ന് നമുക്കറിയാം അല്ലേ. ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി ചേഞ്ച് പ്ലസ് സറൗണ്ടിങ്ങിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സിസ്റ്റത്തിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നടക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എൻതാൽപ്പി ചേഞ്ച്, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്താ നടക്കുന്നത്? കോൺസ്റ്റൻറ്റ് പ്രഷറിലായ കാരണം ആ ഒരു ടേം 0 ആയി പോവും. ബാക്കി എന്താ ഉണ്ടാവുക? ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ആണ് ഉണ്ടാവുക. ഇനി ഈ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റമാണ്. ഓക്കെ, സോ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്യൂ പിക്ക് പകരം ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ആണ് ക്യൂ പി എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഇവിടെ എഴുതിക്കൂടെ? സോ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി.
So the equation 1 becomes, ഏതായിരുന്നു equation 1? delta S total is equal to delta S system plus delta S surrounding. ആ ഇക്വേഷൻ എങ്ങനെയായി മാറും? നമുക്ക് ഇവിടുന്ന് ഡെൽറ്റ എസ് സറൗണ്ടിങ് കിട്ടി അല്ലേ? ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി. അപ്പോൾ എല്ലാം സിസ്റ്റത്തിലായി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫുള്ളായിട്ട് മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ്? നമുക്ക് എങ്ങനെയായിരുന്നു മുമ്പ് ഇക്വേഷൻ ഉണ്ടായിരുന്നത്? ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി ആയിരുന്നു. അപ്പോൾ മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്നായി മാറും. ഇവിടെ ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസും മൈനസും പ്ലസ് ആവും, പിന്നെ ടിയും കൂടി ക്യാൻസൽ ആവും അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ഒരു ടേമിൽ ടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ക്യാൻസലായിട്ട് നമുക്ക് പ്ലസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടണേ? ഈ ഒരു ഇക്വേഷൻ കിട്ടണേ. മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് കിട്ടും. ഇത് ടോട്ടൽ എന്നൊക്കെ പറയണതും സിസ്റ്റം സറൗണ്ടിങ് എന്നൊക്കെ എഴുതിയതൊക്കെ ഇതിൻ്റെ താഴെയാണ് കേട്ടോ, ഈ ലെറ്റേഴ്സിൻ്റെ താഴെയായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിനെ എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ജി സിസ്റ്റം എന്നാവും. അതെങ്ങനെയായി? നമുക്കറിയാം ഡെൽറ്റ ജി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റമാണ്. ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. അതായത് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് മൈനസ് ടി എസ് ആണ് അല്ലേ? അതിന് ഡെൽറ്റ കൊടുത്തു കഴിഞ്ഞാൽ ജി ഈസ് ഈക്വൽ ടു, ഞാൻ പറയുന്നത് എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മൈൻഡിൽ ഒന്ന് ആലോചിച്ചെടുക്കുകയോ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. വെറുതെ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മനസ്സിലാവില്ല. എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ട് ഒന്ന് നോക്കി അല്ലെങ്കിൽ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാലോചിക്കുകയോ ചെയ്യാം. അപ്പോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ്. അതിൽ എല്ലാത്തിനും ഡെൽറ്റ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് കിട്ടും. ഇത് എല്ലാത്തിനും സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് എഴുതിക്കൂടെ? അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയണേ. നോക്കൂ, ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതിനെ മാറ്റി ഡെൽറ്റ ജി സിസ്റ്റം എന്ന് എഴുതിക്കൂടെ? കൺഫ്യൂഷനുള്ളവർ ഒന്നും കൂടി ഇത് കേൾക്കുക കേട്ടോ, ബാക്ക് അടിച്ച് നിങ്ങൾക്ക് മനസ്സിലാവണ വരെ കേൾക്കുക, എഴുതി നോക്കുക. കേട്ടാൽ മാത്രം പോരാ, എഴുതി നോക്കുക, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഇക്വേഷൻ കിട്ടി. എന്താണ്? ഡെൽറ്റ ജി സിസ്റ്റം എന്ന് പറയുന്നത് മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടലാണ്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ്. ഇനി നമ്മളൊരു കണ്ടീഷൻസ് നോക്കുകയാണ്. അതായത് സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പ്രോസസ്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്നൊക്കെയാണ് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആകുമ്പോൾ പറഞ്ഞു ഡിസോർഡർനെസ് കൂടുതലാണ്, എൻട്രോപ്പി അതിനനുസരിച്ച് കൂടും. അതായത് എൻട്രോപ്പി പോസിറ്റീവ് ആവും. അപ്പോൾ ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് ലോജിക്ക് യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ടേം ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടലാണ് അല്ലേ? അപ്പോൾ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നെഗറ്റീവ് സൈൻ ഈ ഒരു ടേമിനുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് ടേമാണ്, അതിൻ്റെ ഒപ്പം ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ നെഗറ്റിവിറ്റി കൂടില്ലേ? ഇത് പോസിറ്റീവാണ്, പോസിറ്റീവ് വാല്യൂ കൂടുതലാണ്. പോസിറ്റീവ് വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആയിട്ട് വരും അല്ലേ? ഡെൽറ്റ ജി സിസ്റ്റം നെഗറ്റീവ് ആയിട്ട് വരും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഡെൽറ്റ എസ് പോസിറ്റീവാണ്. ഓക്കെ, ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ മൈനസ് ആ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ, അതായത് സൈൻ കൺസിഡർ ചെയ്യാണ്ട് ടേമിൻ്റെ വാല്യൂ കൂട്ടും തോറും ഒരു നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അത്രയ്ക്ക് ചെറുതായി മാറും അല്ലേ? അപ്പോൾ ഡെൽറ്റ ജിയും എന്താവും? അത്രയ്ക്ക് ചെറുതായി മാറും. ചെറുതാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയണത് നെഗറ്റീവായി മാറും. സോ ഡെൽറ്റ ജി സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇറ്റ്സ് എ മസ്റ്റ് കേസ്. ഇനി നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ എന്തുണ്ട്? നമ്മൾ പറഞ്ഞു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സിന് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ജി സിസ്റ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ഇവിടെ നോക്കാം, ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്ന ടേം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും അല്ലേ? അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വിലിബ്രിയം പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു.
അപ്പോൾ എന്ത് സംഭവിക്കും ഡെൽറ്റ ജിക്ക്? ഡെൽറ്റ ജിയും 0 ആവില്ലേ? അതായത് ഈ ഒരു ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ടേം 0 ആയാൽ മൈനസ് ടി ഇൻറ്റു 0 0 ആവും. അപ്പോൾ ഡെൽറ്റ ജി സിസ്റ്റവും 0 ആവും when the process is at equilibrium. ഇനി കണ്ടീഷൻസ് ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ്. നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് പ്രോസസ്സിലാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക. അപ്പോൾ ആ ഡെൽറ്റ ജി നെഗറ്റീവ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. We know that for a spontaneous process delta G system is negative. Also delta G is equal to delta H minus T delta S. അതൊക്കെ നമുക്ക് അറിയണതാണ്. So if delta H is negative and delta S is positive, delta G is always negative and the process is always spontaneous. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് എന്താ? ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുക, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുക. ഡെൽറ്റ എസ് പോസിറ്റീവ് ആയ എന്തെന്ന് സംഭവിക്കും? മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നതും നെഗറ്റീവ് ടേം തന്നെയാവും. ഡെൽറ്റ എച്ചും നെഗറ്റീവ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് ടേംസും കൂടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് ടേം തന്നെയാണ് കിട്ടുക അല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഡെൽറ്റ ജിയും നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി ഇഫ് ബോത്ത് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ്, അതായത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നമുക്കൊന്ന് ലോജിക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്, ഡെൽറ്റ എസും പോസിറ്റീവാണ്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് വരും. അതായത് ഡെൽറ്റ എച്ച് വിൽ ബി നെഗറ്റീവ് വെൻ ടി ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്. അപ്പം ഇതിന് നെഗറ്റീവ് ആവാൻ പറ്റും. ഡെൽറ്റ എച്ചിന് നെഗറ്റീവ് ആവാം എപ്പോൾ? ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ചിനെക്കാട്ടും വാല്യൂ കൂടുതലാണെങ്കിൽ, അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ കേട്ടോ. നമുക്കിവിടെ ഡെൽറ്റ എസും ഡെൽറ്റ എച്ചും പോസിറ്റീവാണ്. അത് ആദ്യം ഉറപ്പിക്കുക. രണ്ടാമത്തെ കേസിൽ അങ്ങനെയാണ് തന്നേനെ. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവാണ്. അപ്പോൾ ഈ ഡെൽറ്റ ജി നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആവണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് പറയണത്. ഈ ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ടേം മാത്രം കൺസിഡർ ചെയ്യാം. നെഗറ്റീവ് സൈനൊന്നും കൺസിഡർ ചെയ്യേണ്ട. ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ടേം കൺസിഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ ഡെൽറ്റ എച്ചിനെക്കാട്ടും വാല്യൂ കൂടുതലായിരിക്കണം. അതായത് ഇപ്പോൾ ടി ഡെൽറ്റ എസ് 10 വിചാരിക്കുക, ഡെൽറ്റ എച്ച് 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? 5 മൈനസ് 10 എന്ന് പറയുമ്പോൾ -5 കിട്ടും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആയില്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ ഡെൽറ്റ എച്ചിനെക്കാട്ടും വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ ടി ഡെൽറ്റ എസിന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് ആ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെന്ന് പറയാം. അപ്പോൾ ആ കണ്ടീഷൻ എന്താ? ദിസ് ഇസ് പോസിബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചർ കൂടണം. കാരണം നമുക്ക് ഡെൽറ്റ എസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പോസിറ്റീവാണ്. അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെൽറ്റ എച്ചിനെയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെമ്പറേച്ചറിലാണ് നമുക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ടേം കൂടില്ലേ? അങ്ങനെ നമുക്ക് എന്താക്കാം? ഈ ഡെൽറ്റ എച്ചിനെ നെഗറ്റീവ് ആക്കിയിട്ട് പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആക്കാം. ഇനി ഇഫ് ബോത്ത് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ നെഗറ്റീവ്. ഇനിയിപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ ജി നെഗറ്റീവ് ആവും വെൻ ടി ഡെൽറ്റ എസ് ഇസ് ലെസ്സർ ദാൻ ഡെൽറ്റ എച്ച്. അത് ഇപ്പോൾ അവിടെ കിടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവായിട്ട് വെച്ചു. ഡെൽറ്റ എച്ച് നെഗറ്റീവായി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടേം നെഗറ്റീവാണ്. ഡെൽറ്റ എസ് നെഗറ്റീവായി. അപ്പോൾ എന്തുണ്ടാവും? ഈ മൊത്തം ടേം പോസിറ്റീവായി മാറും അല്ലേ? നെഗറ്റീവും കൂടിയിട്ട് പോസിറ്റീവാകും. അപ്പോൾ ഒരു നെഗറ്റീവ് ടേം പ്ലസ് ഒരു പോസിറ്റീവ് ടേം. എന്ത് സംഭവിക്കും? ഡെൽറ്റ ജിക്ക് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഇതിപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ചെറുതാണ്. അതായത് സപ്പോസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടേം അല്ലേ? അപ്പോൾ അതൊരു 10 ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -5 ആണ്. വാട്ട് ഹാപ്പൻസ്? 10 - 5 പോസിറ്റീവ് വാല്യൂ ആവും അല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആവുകയാണ് വേണ്ടത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആവാനുള്ള കണ്ടീഷൻസാണ് നമ്മളിവിടെ നോക്കണേ അല്ലേ? അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് വെൻ ടി ഡെൽറ്റ എസ് ഇസ് ലെസ്സർ ദാൻ ഡെൽറ്റ എച്ച്. അതായത് ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ടേം നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും വാല്യൂ കൂടി നിൽക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ടേം ഡെൽറ്റ എച്ചിനെക്കാട്ടും ചെറുതാണ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തു. ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ടേമാണെന്ന് കൺസിഡർ ചെയ്യുക. നെഗറ്റീവ് സൈൻ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് പോസിറ്റീവായിട്ടുള്ള ടേമും ഡെൽറ്റ എച്ച് നെഗറ്റീവായിട്ടുള്ള ടേമാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ടി ഡെൽറ്റ എസിൻ്റെ ടേം 10 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ടി ഡെൽറ്റ എസിൻ്റെ ടേം 10ഉം ഡെൽറ്റ എച്ചിൻ്റെ -5ഉം. അതായത് ഞാൻ മൈനസ് സൈനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ -5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? പോസിറ്റീവ് ടേമായിട്ട് മാറും ഡെൽറ്റ ജി അല്ലേ? 10 - 5 5 ആയിട്ട് വരും.
ഇനിയിപ്പോൾ സപ്പോസ് വിചാരിക്കുക നമ്മൾ ഈ കണ്ടീഷൻ എടുത്തിട്ട് പറയുകയാണ് ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ 5ഉം ഡെൽറ്റ എച്ച് 10ഉം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? -10 + 5 എന്ന് വരില്ലേ, ദാറ്റ് ഈസ് -5. അപ്പോൾ ഡെൽറ്റ ജി എന്ന് സംഭവിച്ചു, നെഗറ്റീവായി. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ? ഡെൽറ്റ എസിനും ഡെൽറ്റ എച്ചിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ തന്നിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെമ്പറേച്ചറിലാണ് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടേം ചെറുതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ കുറയ്ക്കാം അല്ലേ. സോ ദിസ് ഈസ് പോസിബിൾ അറ്റ് ലോവർ ടെമ്പറേച്ചർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ജിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഡെൽറ്റ ജി നെഗറ്റീവാണ്. അങ്ങനെ രണ്ട് രീതിയിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആക്കുക, ഡെൽറ്റ എസ് പോസിറ്റീവ് ആക്കുക. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും, അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാവും. ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജിനെ നെഗറ്റീവ് ആക്കാൻ ആ ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ആ ടേം ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ആവണം. അതായത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജീനെ നെഗറ്റീവ് ആക്കാൻ ഹയർ ടെമ്പറേച്ചറിലേ പോസിബിൾ ആവുള്ളൂ. ഇനി ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ടേംസ് ആണെങ്കിൽ ഡെൽറ്റ ജീനെ നെഗറ്റീവ് ആക്കാൻ ലോവർ ടെമ്പറേച്ചറിലേ പറ്റുള്ളൂ. അതായത് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ്സർ ദാൻ ഡെൽറ്റ എച്ച്. സോ നോട്ട്, ഇഫ് ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഇസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും, അപ്പോൾ രണ്ടും പോസിറ്റീവായി, ദെൻ ഡെൽറ്റ ജി വിൽ ഓൾവേസ് ബി പോസിറ്റീവ് ആൻഡ് ദ പ്രോസസ് ഇസ് ഓൾവേസ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ അത് ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ടേം പോസിറ്റീവ് ടേം ആവും. ഈ ടേം ഓൾറെഡി തന്നിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. അപ്പോൾ ഡെൽറ്റ ജി എന്താവും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതെന്ത് പ്രോസസ്സാണ്? നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി ഗിബ്സ് എനർജി ചേഞ്ച്, ഡെൽറ്റ ജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഇസ് റിലേറ്റഡ് ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ബൈ ദ ഇക്വേഷൻ ഡെൽറ്റ ആർ ജി നോട്ട് ഇസ് ഈക്വൽ ടു -RT നാച്ചുറൽ ലോഗ് കെ. അതായത് ഗിബ്സ് സ്റ്റാൻഡേർഡ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക, ഓഫ് എ റിയാക്ഷൻ ഡിനോട്ട് ചെയ്യുക ഡെൽറ്റ ആർ ജി നോട്ട് ആയിട്ടാണ്. ഒന്നുമില്ല, നമുക്ക് ഗിബ്സ് എനർജി ചേഞ്ച് എന്താണെന്ന് അറിയാം അല്ലേ? ഡെൽറ്റ ജി ആണ്. സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ ഒരു നോട്ട്, ഒരു 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റേസ് ടു 0 എന്നുള്ള രീതിയിൽ എഴുതും അല്ലേ? പിന്നെ റിയാക്ഷൻ്റെ ആണ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റേൻ്റെ താഴെ R എഴുതും, അത്രേ ഉള്ളൂ. സ്റ്റാൻഡേർഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 0 എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ, പിന്നെ ഗിബ്സ് എനർജി ചേഞ്ച് കാണിക്കാൻ വേണ്ടി ഡെൽറ്റ ജി, റിയാക്ഷൻ്റെ ആണ് ആ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു R. അപ്പോൾ ഡെൽറ്റ ആർ ജി നോട്ട് is related to equilibrium constant K. equilibrium കോൺസ്റ്റൻറ്റിനെ ഡിനോട്ട് ചെയ്യണ ലെറ്ററാണ് ക്യാപിറ്റൽ K. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്യണ ഇക്വേഷനാണ് എന്ത്? ഡെൽറ്റ ആർ ജി നോട്ടിനെയും കെനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡെൽറ്റ ആർ ജി നോട്ട് ഇസ് ഈക്വൽ ടു -RT നാച്ചുറൽ ലോഗ് കെ. എവിടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ, നാച്ചുറൽ ലോഗ് ആണെങ്കിൽ നമുക്ക് ഈ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, നാച്ചുറൽ ലോഗ് എന്ന് നമ്മൾ ലോഗിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു വാല്യൂ 2.303 എന്ന് പറഞ്ഞ വാല്യൂം കൂടിയും ആഡ് ചെയ്യണം അവിടേക്ക്. ആഡ് ചെയ്യാൻ ദ സെൻസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നാച്ചുറൽ ലോഗ് ലോഗായിട്ട് മാറ്റുമ്പോൾ 2.303 കൂടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡെൽറ്റ ആർ ജി നോട്ട് ഇസ് ഇക്വൽ ടു -RT ln K അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സാധാ ലോഗിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് 2.303 എന്ന് പറയുന്ന വാല്യൂ കൂടി ആഡ് ചെയ്യേണ്ടി വരും. സാധാരണയായി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ഇക്വേഷനാണ്. ഡെൽറ്റ ജി നോട്ട് ഇസ് ഇക്വൽ ടു -2.303 RT log K. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യണത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ. പലയിടത്തും നമ്മളിത് യൂസ് ചെയ്യും. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. So where R is a universal gas constant, T is the absolute temperature. So for a spontaneous process, the value of K should be positive. അതായത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എന്തുണ്ടാവുക? ഡെൽറ്റ ജി നെഗറ്റീവ് ആവുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇവിടെ തന്നെ കിടക്കണമെങ്കിൽ വേറെ ഒന്നും നെഗറ്റീവായിട്ട് വരാൻ പാടില്ല. ആറ് കോൺസ്റ്റൻ്റ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ കെൻ്റെ വാല്യൂ ആണ് പിന്നെ ഡിപ്പെൻഡ് ചെയ്യുക. കെൻ്റെ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെഗറ്റീവും കൂടി പോസിറ്റീവായിട്ട് ഡെൽറ്റ ജി പോസിറ്റീവായിട്ട് കിട്ടും. അത് പറ്റില്ലല്ലോ. നമുക്കൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഡെൽറ്റ ജി നെഗറ്റീവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ 6th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.